ഇന്ന് അതിദരിദ്രരുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ. സഖാവ് പിണറായി വിജയൻ അതിദരിദ്രരെ സംരക്ഷിക്കാൻ വേണ്ടി കാശെടുത്തത് ദരിദ്രർക്ക് വീട് പണിയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന 52 കോടിയിൽ നിന്നുമാണ് എന്ന് മാത്രം. അതിൽ 1.5 കോടി കാണാനില്ല. ഈ ഒരു ആക്ഷേപമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് ഓർഡറാണ് കാണാൻ കഴിയുന്നത്. അതായത് 52.8 കോടി, അതിൽ മോഡിഫൈഡ് എമൗണ്ട് 51.30 കോടി. അതിൽ അനൗൺസ്മെൻറ്റ് ഓഫ് ഇറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് IEC ആക്ടിവിറ്റീസ്, അതിൻ്റെ പേരിൽ ഈ പാവങ്ങളുടെ പടത്തലവിനും കണ്ണിലുണ്ണിയുമായ നമ്മുടെ ആദരണീയമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1.5 കോടി രൂപയുടെ അതിധൂർത്ത് സമ്മേളനം അതായത് നടത്താൻ വേണ്ടി താരപ്രമുഖരെയൊക്കെ വിളിച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്ന പണമാണ്. ഇത് യഥാർത്ഥത്തിലൊരു PR വർക്കിൻ്റെ ഭാഗമാണോ ഈ അതിദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കുക എന്നത്? തീർച്ചയായും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നത്. എന്താണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നുന്ന ചോദ്യങ്ങൾ. പക്ഷെ അത്തരത്തിലായിരിക്കില്ല അത് ടാക്കിൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വിഷയം ആലോചിക്കുക രാഹുൽ, ഏത് വിഷയം വന്നാലും ഈ സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ടേക്ക് ഏത് വിഷയം വന്നാലും അതിനെ മറയ്ക്കാൻ മറ്റൊരു വാർത്ത കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളായാലും CPM PR ടീമായാലും. അപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അടുത്ത വാർത്ത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനൊരു അടി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും സാധനം പൊട്ടിപ്പുറപ്പെടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർത്ത തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോകും എന്നാണ് കരുതിയത്. പക്ഷേ എന്താണ്, ഒരു പ്രഖ്യാപനം കൊണ്ട് മൊത്തം എതിർപ്പുകളെയും ഗാലറി നമുക്കെതിരാടാ എന്നൊക്കെ പറയുന്ന പോലെ ഗാലറിയെ മൊത്തം നമ്മൾ അനുകൂലമാക്കി മാറ്റി ക്ഷേമ പെൻഷനിലൂടെ. 2 ദിവസത്തിനകം എന്തായി? പക്ഷേ വിചാരിച്ച പോലെ പാളിപ്പോയതോടെയാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പറയുമ്പോൾ ഭയങ്കരമായ ജനപിന്തുണ ലഭിക്കുമെന്നൊക്കെ കരുതി. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. അതിദരിദ്രർ ആരാണ്? അതിദരിദ്രർ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇപ്പുറത്ത് ദരിദ്രരുണ്ട്. ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഈ അതിദരിദ്ര പട്ടിക വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഗുണവും സാധാരണപ്പെട്ട മനുഷ്യർക്കില്ല. ആരെയാണ് അതിദരിദ്രരായിട്ട് കണക്കാക്കുന്നത്? പലപ്പോഴും നമ്മൾ തെരുവോരങ്ങളിൽ കാണുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെയാണ് പലപ്പോഴും അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു വാടക വീട്ടിൽ അസുഖമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ അതിദരിദ്രനല്ല, അയാൾ ദരിദ്രൻ മാത്രമാണ് എന്നാണ് സർക്കാർ പറയുന്നത്. അതിദരിദ്ര പട്ടികയിലുള്ളത് ഇതേ കൂട്ട്. ഞാനും ഈ അതിദരിദ്ര പട്ടികയുടെ ഭാഗമായി ഇതിൻ്റെ സർവേക്ക് എൻ്റെ പഞ്ചായത്തിൽ നിന്നും പോയതാണ്. ഞാൻ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി. ആ വീടുകളിൽ പലപ്പോഴും പോകുമ്പോൾ എൻ്റെ മനസ്സുണ്ടാകുന്നൊരു വിഷമമുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം നമുക്ക് തന്നെ ഉണ്ടാകും. അത്തരത്തിൽ ഒരുപാട് വീടുകൾ ഞാൻ കണ്ടു, ഒരുപാട് മനുഷ്യരെ കണ്ടു. പക്ഷേ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ആരെയാണ്? വീടില്ലാത്ത, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, ആരോരുമില്ലാത്ത ആളുകൾ. ഇവരെ മാത്രമേ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ കഴിയൂ. അതായത് ഇപ്പോൾ ഇന്ത്യയിലിരിക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മുടെ LSTD മന്ത്രി MP രാജേഷിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. അപ്പോൾ അതിൽ ഈ എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധർ 5.92 ലക്ഷം മഞ്ഞക്കാർഡുള്ള ജനവിഭാഗം കേരളത്തിലുള്ളപ്പോൾ അതിദരിദ്രരുടെ എണ്ണം 64,006 മാത്രമാണെന്നാണ് സർക്കാർ പറയുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് പറയുന്നു. LSTD മന്ത്രിയുടെ MP രാജേഷിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഉയർന്നൊരു ചോദ്യമുണ്ട്. അതായത് 5.92 ലക്ഷം മഞ്ഞക്കാർഡുള്ള ജനവിഭാഗം എങ്ങനെയാണ് അത്തരത്തിൽ 64,006 പേര് മാത്രം ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്? അതിന് ഈ പറയുന്നതിന് എന്താണ് പിൻബലം എന്ന് പറയുന്നത്? അതായത് 1,16,000 അതിദരിദ്ര ആദിവാസി കുടുംബങ്ങൾ ഉണ്ടെന്ന് 2011 സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ സർക്കാർ കണക്കിൽ വെറും 6,400 ചുരുങ്ങിയത് എന്ത് ഇന്ദ്രജാലമാണ്? ഇതിനൊന്നും മറുപടിയില്ല. എന്താണ് MP രാജേഷിന് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. 9,233 രൂപ മാത്രം ദിവസക്കൂലി ലഭിക്കുന്ന ആശാ വർക്കർ എങ്ങനെയാണ് ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതല്ലേ? ഇതിനും ഉത്തരമില്ല. എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്? ആരാണ് സംസ്ഥാനത്ത് അതിദരിദ്രത തീരുമാനിച്ചെന്ന വിദഗ്ധരുടെ ചോദ്യത്തിന്, വിദഗ്ധരും അതേപോലെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചോദ്യത്തിന് MP രാജേഷ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിനൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന രീതിയിൽ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ഒരു PR, അത് എന്താണ് നാഷണൽ ലെവലിലേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി എടുത്തു കാട്ടുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ മോഡൽ, ഈ കേരള മോഡൽ പ്രധാനമന്ത്രിക്ക് 28
സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും കൃത്യമായി ശൗചാലയങ്ങളില്ലാത്ത, കൃത്യമായി അടച്ചുറപ്പ് ഇല്ലാത്ത, ഒരു ശൗചാലയം ഇല്ലാത്ത, പ്രാഥമിക ആവശ്യമാണല്ലോ, അതുപോലും ഇല്ലാത്ത എത്രയോ വീടുകൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതേപോലെ തന്നെ അതെല്ലാം പോട്ടെ, ഈ വലിയ രീതിയിലുള്ള ക്യാൻവാസിൽ ഇന്ന് രാവിലെ നമുക്കറിയാം കൃത്യമായി 9:30 മണിയായപ്പോൾ തന്നെ സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പോവുകയും ചട്ടം ലംഘിച്ച്, ഇന്നലെ കോൺഗ്രസ് അതിനെതിരെ കൊടുത്തിരുന്നു, 90 ദിവസമായിട്ട് പോലും ചട്ടം ലംഘിച്ച് നിയമസഭ കൂടുകയും പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ 58 കോടിയിൽ നിന്ന് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സർക്കാരിന്റെ PR സംവിധാനം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി 1.5 കോടി അല്ലെ 1.5 കോടിയല്ല ഞാൻ ഇപ്പോൾ വായിച്ചത്, 1.5 കോടി രൂപ അടുപ്പിച്ച് വിശാലമായ ക്യാൻവാസിൽ നടന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു പരിപാടി. അത് ശോഭയാണ്. അതായത് ഇവിടുത്തെ PR വർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. മോഹൻലാൽ, മമ്മൂട്ടി, കമലഹാസൻ ഇത്തരത്തിലുള്ള ഒരുപാട് നടന്മാരെ വിളിച്ചു കൊണ്ടുവന്ന ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നു, ഒരുപാട് സാമൂഹ്യ പ്രമുഖന്മാരെ കൊണ്ടുവന്ന വേദിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുകയാണ് കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായി. ഇവിടെ ദാരിദ്ര്യമുണ്ടെന്നേ. ഈ അതിദാരിദ്ര്യം എന്നിവർ പറയുന്നുണ്ടല്ലോ, ഇത് കഴിഞ്ഞ 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് എടുത്തുള്ള ഡാറ്റയാണ്. ഈ 1.5 വർഷത്തിന് ശേഷം എത്ര കുടുംബങ്ങൾ അതിദരിദ്രരായിട്ടുണ്ട്? ഒരുപാട് കുടുംബങ്ങൾ അതിദരിദ്രരായിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ദാരിദ്ര്യത്തിലേക്കും, ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഫാമിലി അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ പിണറായി സർക്കാരിന്റെ കാലം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ദാരിദ്ര്യമില്ലാതാകാൻ പോകുന്നു, ഇനി കേരളത്തിൽ ഒറ്റ മനുഷ്യൻ പോലും പട്ടിണി കിടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ എത്രയോ സാധാരണപ്പെട്ട മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചുപൊട്ടും. അത്തരത്തിൽ നമ്മുടെ നെഞ്ചുപൊട്ടുന്ന രീതിയിലുള്ള ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംരക്ഷിക്കുന്ന ആരാണ്? ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സംഘടനകളും നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്, ഇവർക്ക് ജീവിക്കാൻ ഒരു ധൈര്യം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ മനുഷ്യരെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ സ്നേഹിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ആദ്യ ഭാഗം പറഞ്ഞ രാഹുലിനോട് അത് വിയോജിപ്പുണ്ട്. അതായത് ഈ കമലഹാസനും മോഹൻലാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് നമുക്ക് കൃത്യമായി വാർത്തകളെല്ലാം അറിഞ്ഞാണ് ആശാ വർക്കർമാർ സെക്രട്ടറിയേറ്റ് നടക്കുന്ന ഇവർക്കൊരു കത്തെഴുതി, പ്രിയപ്പെട്ട മോഹൻലാൽ, താങ്കൾ ഇതിൻ്റെ ഭാഗമാകരുത്, താങ്കൾ എന്ന കലാകാരൻ സ്നേഹത്തിൻ്റെയും സന്ദേശം കൊടുക്കുന്നതാണ്, താങ്കൾ ഇതിൻ്റെ ഭാഗമായാൽ താങ്കൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം തൊഴിലാളികളോടൊപ്പമല്ല, താങ്കളും എന്നെ പോലൊരു തൊഴിലാളിയില്ല, അങ്ങനെ വിശദമായൊരു കത്തെഴുതി. അതുകൊണ്ട് ഭാഗമായിട്ട് കമലഹാസനും മോഹൻലാൽ ഇതിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊരു കാര്യം, മോഹൻലാൽ വരാത്തതിന് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹത്തിന് ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി. രാഹുൽ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ നാടിൻ്റെ പൊന്നോമനയ്ക്ക് സ്വാഗതം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 100% വിജയം നേടിയ ഇന്ന ആൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുലിന് ഒരു 10 A+ കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ രാഹുലിൻ്റെ കൂടെ അവിടെ ഒരു ക്ലബ്ബാണ് നടത്തുന്നത്. അപ്പോൾ മേലിലെ പഞ്ചായത്തിൽ ഒരു ക്ലബ്ബാണ് നടത്തുന്നത് വെച്ചു. രാഹുലിന് പകരം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഫോട്ടോ വലുതാക്കുകയും രാഹുലിനെ ഒരു വട്ടമിട്ട് മറ്റേ സൈഡിൽ ഇരുത്തുകയും ചെയ്തതിൽ എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? അത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെയുടെ അനുമോദന ചടങ്ങ് കണ്ടില്ലേ, മോഹൻലാൽ ഒരു സൈഡിൽ ചെറുതും പിണറായി വിജയൻ്റെ ഒരു കട്ടൗട്ട് വലുതും, അതിനും കോടികളാണ് ദൂർത്തിച്ചത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരുന്നുണ്ട്. അല്ല, വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് സർക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരിൻ്റെ PR ടീമും ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരും ഇവിടുത്തെ സൈബർ സഖാക്കന്മാരും പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. സർക്കാർ എന്തൊക്കെയോ വലിയ സംവിധാനം ചെയ്തു വെച്ചു, 2000 രൂപ പെൻഷൻ കൊടുക്കാൻ. അത് തന്നെ ആലോചിച്ച് നോക്കൂ. ഈ കമലഹാസനൊക്കെ ഇടതുപക്ഷ അനുഭവം വരുത്തുന്ന ആളാണ്. മോഹൻലാലിൻ്റെ പോട്ടെ, മോഹൻലാലിൻ്റെ നോർത്ത് ഇന്ത്യയിൽ മൊത്തം പറയുന്നത് എമ്പുരാൻ വിഷയത്തോടു കൂടി അറിയാം. ഇവിടെ ഇവിടുത്തെ സംഘികൾ അല്ലെങ്കിൽ ഇവിടുത്തെ RSSകാരാണ് അദ്ദേഹത്തിൻ്റെ ആ മാപ്പ് പറഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞടിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ മൊത്തം പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആരാധകരും മോഹൻലാലിൻ്റെ ആൾക്കാരും മോഹൻലാലും RSSകാരനാണുള്ള പ്രചരണം നടക്കുന്നത്. പക്ഷേ കമലഹാസനെ പോലൊരു വ്യക്തിയൊക്കെ ഈ പരിപാടിക്ക് വരാതിരിക്കുക എന്ന കൃത്യമായ സന്ദേശം ഈ പ്രകാശ് രാജിന് അതേപോലെ കമലഹാസനൊക്കെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മുന്നോട്ട് വെക്കുന്ന വ്യക്തികളാണ്. ഇത്തരത്തിൽ വരാതിരിക്കുമ്പോൾ തന്നെ ഈ പരിപാടി പൊളിഞ്ഞില്ലേ? അതെ, തീർച്ചയായിട്ടും ഈ പരിപാടി പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പൊതുവികാരമുണ്ട്. ഈ ജനങ്ങളുടെ പൊതുവികാരത്തിലാണ് ഇവരെല്ലാം തൊട്ട് കളിക്കുന്നത്. സാധാരണപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പറ്റിക്കുന്ന രീതിയിൽ ഇവിടെ ദാരിദ്ര്യമില്ല, നിങ്ങൾ ആരും ഇനി പട്ടിണി കിടക്കത്തില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന ദാരിദ്ര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതിലും വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണം സർക്കാർ മുന്നോട്ട് പോകാൻ. ഈ ആശാവർക്കർമാരുടെ കാര്യമാണെങ്കിലും അവർ ചോദിക്കുന്നത് 21,000 രൂപ. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം,
64,006 പേരെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഈ 64,000 പേരുണ്ടല്ലോ, ഈ 64,000 പേരെ സർക്കാർ ഇനി എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നതെന്ന് മറ്റൊരു ചോദ്യമുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ ആ നാട്ടിലുള്ള 2 പേരുടെ പേരുകളാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കാരണം അവരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഞാൻ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ ഒരു 6-7 പേര് മാത്രമാണ്. അതിൽ 2 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അവരെവിടെയാണെന്ന് എനിക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. അതെ, മിസ്സിംഗ് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ പേരുകൾ പോലും ഇല്ലാത്ത മനുഷ്യരാണ്. അപ്പം ഇവരെയൊക്കെ സർക്കാർ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കണ്ടെത്തി ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ പോകുന്നത് എന്ന് മറ്റൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്.